എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. പുല്ല് എത്തി കൈ കഴുമ്പോരുന്നല്ലാതെ അവള് നല്ലോണം ഒന്നും വളയുന്നില്ലടാ. പുല്ല് വെട്ടി ആ ഏരിയ മുഴുവൻ വെളുത്ത് കാണുമല്ലോ ചേട്ടാ. എൻ്റെ ചൊറിഞ്ഞോണ്ട് വരുന്ന കേട്ടോ. ചേട്ടൻ ചൊറിഞ്ഞോണ്ടിരി, ഞാൻ പോണു. നീ പോവല്ലേ എടാ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഇപ്പോഴും പ്രതീക്ഷ ഉണ്ടടാ. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അന്നന് സെറ്റാക്കാൻ വസന്ത ചേച്ചി ഇല്ലേ എന്നാ? എടാ വല്ല വസന്തത്തിലും വരുന്ന വസന്തയും കാത്ത് ഞാൻ എത്ര നാൾ ഇരിക്കാനാടാ. പിന്നെ ഞാനങ്ങ് ആഗ്രഹിച്ചു. അയ്യോ പാവം. എനിക്കൊന്ന് ആലോചിക്കണം. പിന്നെ ഞാൻ ഈ ഫ്രഷ് കേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് പുതിയ നമ്പർ വേണം. ചെയ്യാം, പക്ഷെ എനിക്കെന്തോ വരും. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ശരണ്യെ മാത്രം ഒന്ന് പരിചയപ്പെടുത്തി തരൂ. വേണം. ഓ ശരണ്യ, അത് ശരി. അത് ശരിയാവൂല. എന്നാ ഞാൻ ഒരു കലക്കും. അണ്ണാണെ പണി പോലെടാ. നമുക്ക് ശരിയാക്കാം, നോക്കാം നമുക്ക്. അങ്ങനെ വഴിക്ക് വാ. ആ പട്ടാളത്തിനെ അവിടെ നിന്ന് പുകച്ച് അണ്ണനെ ഞാൻ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കും. നീ കുടുംബം ഒന്നും കലക്കണ്ടടാ. എനിക്ക് സൈഡിൽ കൊടുത്ത് വഴി വെട്ടി തന്നാൽ. ഓ അങ്ങനെ. എടാ അണ്ണാ, DP പൊളിയാണല്ല. ഫോട്ടോഷോപ്പ് ആയിരിക്കുമല്ലേ? കഷ്ടപ്പാടാണ് അങ്ങക്ക് അറിഞ്ഞുകൂടണം. ഒരു 4-5 ദിവസം കഷ്ടപ്പെട്ട ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? 4-5 ദിവസം 4-5 ദിവസം ഒന്നും വേണ്ടോ. 2-3 ദിവസത്തെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുക. ആണോ? ആ അങ്ങനെയാണെങ്കിലേ ഞാനും ജിമ്മിൽ വന്നല്ലേ പുതിയ ടീഷർട്ടൊക്കെ വാങ്ങി. ഞാൻ എന്തായാലും പോണട്ടോ. പിന്നെ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആവണമെങ്കിൽ ഒന്നേ ഒരു പ്രേമം വേണം. അല്ലെങ്കിൽ ഒരു പെണ്ണ് തേച്ചിട്ട് പോകണം. എങ്കിലേ നമുക്കൊരു വാശി കയറുള്ളൂ. ഓ, അവള് തേച്ചതിന് ശേഷമാണല്ലേ എനിക്ക് പ്രായം തുടങ്ങിയത്. ഒരു 6 പാക്കുള്ള ഒരുത്തനെ കണ്ടപ്പോൾ അവൾക്ക് ഒരു ഇളക്കമാണ്. രണ്ടിനൊന്നും അവൾ തേച്ചിട്ട് പോയി. ബോഡി ഒന്ന് സെറ്റായിട്ട് വേണം അവളെ മുന്നേ ഒന്ന് ഷോ ഇറക്കാൻ. അപ്പോൾ 6 പാക്ക് വരണമെങ്കിൽ പെണ്ണ് തേക്കണമല്ലേ? അല്ലടാ, നിന്റെ ജിമ്മിൽ വേറെ പെൺപിള്ളേരൊന്നും ഇല്ല? ഉണ്ടെണ്ണ. നാളെ എന്തായാലും ഒരു സൂപ്പർ ചിക്ക് വരുന്നുണ്ട്. ചിക്ക് വരണുണ്ടല്ലേ? വരുന്നുണ്ട്. അപ്പം പോയി കളയാം. ചേട്ടൻ പട്ടാളത്തിൽ കേണലാണല്ലേ? ഓ അതിനാടാ തോക്കൊക്കെ ഉണ്ടാട്ടാ. പിന്നെ 2 ഉണ്ട്. ഒരെണ്ണം പിന്നെ അവരറിയാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി അതൊന്ന് എണ്ണയിട്ട് പൊടി തട്ടിയൊക്കെ വെക്കണം. ഇവിടെ തോക്കൊക്കെ വേണോ ചേട്ടാ? അത് അതിർത്തി പോയി. എടാ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പട്ടാളക്കാരൻ കാലത്ത് എഴുന്നേറ്റ് വെടിവെച്ചതിന് ശേഷം അയാൾക്ക് കിട്ടുന്നൊരു സുഖമുണ്ട്. ചേട്ടൻ ഒരു സംഭവം തന്നെ. തന്നെ അങ്ങനെ എല്ലാരും പറയുന്നത്. ചേട്ടാ കാശ്മീരിലൊക്കെ ചേട്ടൻ കാണുമോ ഞാൻ വന്നു കഴിഞ്ഞാൽ? നീ പോരടാ, എനിക്ക് അവിടെ വീടും കുടുംബമൊക്കെ ഉണ്ട്. അല്ല, വീടുണ്ട് അവിടെ. കുടുംബം ഇവിടെ ആയിപ്പോയില്ലേ. സുനിയണ്ണ അവനൊന്ന് ആരെ ഒത്തു കിട്ടിയല്ലോ. ഇന്നത്തേക്ക് അവൻ്റെ കാര്യം എന്തായാലും ശരിയായി. പിന്നെ ഇല്ല, തെണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പരുവത്തിന് ഒപ്പിച്ചുകൊണ്ട് വരുമായിരുന്നല്ല. അണ്ണ ഗൾഫിലെ ജെയിംസ് അല്ലേ? ജെയിംസിന്റെ കാര്യമാടാ. ഇത് നമ്മളെ പട്ടാളത്തിലെ കേണലാണ്, ദാമോദരൻ പിള്ള. ഐ ആം കേണൽ ദാമോദർ ഫ്രം പട്ടാളം. ഇനി പട്ടാളത്തിലെ വെടിയും പോയെന്ന് നല്ലത് ചോദിക്കണ്ട. എത്ര നാളുണ്ട് നാട്ടില്? കുറച്ചു നാൾ ഇവിടെയൊക്കെ തന്നെ കാണും. അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? നല്ല തണുപ്പായിരിക്കും അല്ലേ? പട്ടാളക്കാരന് എന്ത് തണുപ്പ്. ഒരു -10 എങ്ങാനും ഉണ്ടാക്കിയുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരോട് ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടും. സുനിയണ്ണ സൂക്ഷിച്ചോണേ, പിന്നെ രണ്ടുകൂടെ അടിച്ച് പിരിയും. ഞാൻ സുനി ഒന്ന് കാണാതിരിക്കുമായിരുന്നു. നമ്മുടെ വീട്ടില് CCTV ക്യാമറ ഫിറ്റ് ചെയ്യാം. ഇത് നമ്മളെ പണിയാനുള്ള പരിപാടിയാണല്ലോ. CCTV ഒക്കെ ഇപ്പം ഔട്ട് ഓഫ് ഫാഷൻ അല്ലയോ? പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരും നല്ല തങ്കപ്പെട്ട മനുഷ്യരാ. നിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. ആയിരിക്കും, എന്നാലും ഒന്ന് ഇരിക്കട്ടെ. ഒരുത്തനെ ഒന്ന് പൊക്കാനുണ്ട്. കുറച്ച് നാളായി തോക്കൊക്കെ ഒന്ന് എടുത്ത് പൊട്ടിച്ചിട്ട്. അതെ, എന്നെ തന്നെയാണല്ലോ. नहीं तो एक काम करते हैं, एक चौकीदार लगाते हैं. കൂർക്ക ഗൂർക്കയെക്കാളും ഭേദം CCTV. ഈ ഗൂർക്കയൊക്കെ വെച്ചാലേ പിന്നെ നമ്മൾ ഗൂർക്കയെ സംശയിക്കാൻ പോണ്ടേ? അതിനും ഭേദം CCTV. ഒന്നുമില്ല, ഊരി ഇടാനല്ലോ. എൻ്റെ ഒരു സുഹൃത്തിനുണ്ട് CCTVയുടെ പരിപാടിയെ. ഇവനെ ഞാനൊന്ന് ചോദിക്കാതെ. ഫോട്ടോ വാങ്ങി. അപ്പം പ്രോട്ടീൻ പൗഡർ ഒന്നും ഇവിടെ തരൂല്ലേ? ഇവിടുന്ന് വേണേ കുറെ മൈദ ഉരുട്ടി തരുന്നു. മൈദ നമ്മൾ പൊറോട്ട കഴിച്ചാ പോരാടാ. നിങ്ങൾ എന്തരാ കഴി കേറാം വാ. അതൊക്കെ വിഷ്ണു വന്നിട്ട് പറഞ്ഞു തരുവണ്ണോ. വിഷ്ണു ട്രെയിനറാ ശകലം. പിന്നെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ആശാന് വേണ്ടി പ്രോട്ടീൻ പൗഡർ കലക്കുന്നതാണ് എൻ്റെ ജോലി. കലക്കാണ്. സുനിയണ CCTV. ഓ ജിമ്മി ഒരു അണ്ണയുണ്ട്. ഞാൻ എന്തായാലും ചോദിച്ചിട്ട് പറയാം. ഓക്കെ.
എടാ എനിക്ക് ആ. കുറച്ച് നാളത്തേക്ക് മതി ഒരു CCTV വെക്കണമല്ലോ. അയ്യോ കുറച്ച് നാളത്തേക്ക് പറ്റൂല കേട്ടോ, അങ്ങനെ സെറ്റപ്പിന്. എടാ പിന്നെ ഈ AI ക്യാമറയോ എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് സാധനം ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഒരാളുടെ മുഖം മാറ്റിയിട്ട് വേറൊരാളുടെ മുഖമൊക്കെ വെക്കാക്കത്തില്ലയോ? മണ്ടാനാ പൊട്ടൻ. അത് പറ്റും ചേട്ടാ. പിന്നെ ഒരാളെ മാറ്റി വേറെ ആളാക്കാൻ പറ്റും, ആനെ മാറ്റി പുലി വരെ ആക്കാൻ പറ്റും. ശാസ്ത്രം പുരോഗമിച്ചില്ലേ ചേട്ടാ? അതാ നമുക്ക് വേണ്ടത്. അത് കൊള്ളാലോ. അത് എന്റെ മുഖം മാറ്റിയിട്ട് വേണമെങ്കിൽ മോഹന്റെ മുഖം വെക്കാമല്ലോ. ആ പട്ടാളക്കാരൻ ഇടി മൊത്തം അയാൾ മേടിച്ചോളൂല്ലോ. അല്ലേടാ ചേട്ടൻ ഇത് എപ്പോഴാണ് വേണ്ടത്? എടാ എനിക്ക് ഉടനെ വേണം. നീ അത് കാര്യം ചെയ്യും, നീ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ വിലയൊക്കെ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യ്. എനിക്ക് വൈഫിന്റെ അടുത്ത് വസന്തിയുടെ അടുത്ത് അയച്ചു കൊടുത്തിട്ട് പെർമിഷനോട് മേടിക്കണമല്ലോ. അത് വാങ്ങിച്ചു, അത് മതി. ശരി ചേട്ടാ, ഓക്കെ. ശരി ഞാൻ വിളിക്കാം കേട്ടോ. ഓ ശരി എന്നാ. ആരാ പറഞ്ഞത് ഈ AI ടെക്നോളജി പണി കളയുന്നു? ഇത് പണി കൊടുക്കാൻ പറ്റുന്ന ടെക്നോളജി ആണല്ലോ. Mr. Shaktiman.